ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഇന്ന് ഈസ്റ്റർ ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും എഴുന്നേറ്റോ? ഫുഡെല്ലാം റെഡിയാക്കും. ഇന്ന് എല്ലാവരുടെ വീട്ടിലും ബിരിയാണി ഒക്കെ ആയിരിക്കില്ലേ. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു, അരിയൊക്കെ അടുപ്പത്തിട്ടു, അതിൻ്റെ അകത്തുള്ള സ്പൈസസും ഉപ്പും ഒക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി ഞാൻ ഇൻഡക്ഷൻ കുക്കറിലോട്ട് ഇട്ട് വെച്ചു. ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ടാണ് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ അതെല്ലാം വെക്കുക. ചില സാധനങ്ങൾ മാത്രമേ ഗ്യാസിൽ വെക്കത്തുള്ളൂ കേട്ടോ. അതിന് എളുപ്പം ഗ്യാസ് തീർന്നു പോയാലോ. അപ്പോൾ അവിടെ നിന്ന് അത് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രീസറിൽ നിന്ന് ഞാൻ ഇന്നലെ ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെച്ചായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഫ്രീസറിൽ നിന്ന് നേരത്തെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ വെളിയിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ വെന്തു. അത് ഞാൻ ഊറ്റി വെച്ചിട്ട് ചിക്കനും കഴുകി എല്ലാം വൃത്തിയാക്കി പിന്നെ നമുക്ക് കറിക്കുള്ളതും പിന്നെ റൈസിനുള്ളതും എല്ലാം ഞാൻ അരി പാകപ്പെടുത്തി വെച്ചു കേട്ടോ. എന്നിട്ട് ചിക്കൻ വറുത്തുണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു മീൻ. അതുകൊണ്ട് ഞാൻ വറുത്താണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിക്കനെല്ലാം വറുത്തു അതേ ചട്ടിയിൽ തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ അടി പിടിച്ചേക്കുന്നൊന്നും ഒരു പ്രശ്നമേ അല്ല കേട്ടോ. അത് നമ്മളെല്ലാം ഉള്ളി എല്ലാം വഴണ്ട് വരുമ്പോൾ ആ മസാലയെല്ലാം ഇതിലോട്ട് മിക്സ് ചെയ്യാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയ്ക്കകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഫുൾ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. അതിപ്പോൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ തന്നെ വെച്ചോളൂ. എന്നിട്ട് നമുക്ക് ആ ചിക്കനും ഒക്കെ എടുത്തിട്ട് പാകത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് അത് നല്ല പൊത്തി വെച്ച് എന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇറക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ തക്കാളിയും കൂടി ഇട്ട് വേണം വേവിക്കാനേ. എന്നിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. അത് തുറക്കും വിളമ്പാറാകുമ്പോൾ തുറക്കും നല്ല മണമൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബിരിയാണി അല്ലല്ലോ, ചിക്കൻ അവിടെ റെഡിയായി. അതിനുശേഷം നമുക്ക് റൈസിനുള്ള പച്ചക്കറികളെല്ലാം കൂടി വറുത്തെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ആദ്യം കരിമുരുമുരാന്ന് നമുക്ക് സവാള അങ്ങ് മുരിച്ചെടുക്കണേ സിമ്മിലിട്ട്. അപ്പോഴതിന് ടേസ്റ്റ് വരത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നൊക്കെ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയെടുക്കത്തേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പരുവൊക്കെ ആകുമ്പോൾ തന്നെ അതങ്ങ് കോരിയെടുക്കണം. അപ്പോൾ ഇരുന്നൊന്ന് മൂക്കും. അങ്ങനെയാണ് നമ്മൾ സവാള. അപ്പോൾ നമ്മൾ ക്യാഷ് കുറച്ച് മൂത്തുടനെ നമ്മൾ അതിൽ തന്നെ അങ്ങ് മുന്തിരി ഇടുക. ഇത് കോരി മാറ്റിയിട്ട് മുന്തിരി ഇടാനങ്ങ് നമ്മൾ നിൽക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും. ഇങ്ങനെ വേകുന്നതിലും അരപ്പം കൂട്ടുന്നതിലും അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി വെച്ച് സ്നേഹത്തോടു കൂടി വിളമ്പുന്നതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം തന്നെ എത്ര പോരായ്മയുണ്ടെങ്കിലും അതിലങ്ങ് അതെല്ലാം അന്വയിച്ച് പൊക്കോളും. ഇതാണ് എൻ്റെ ഒരു പോളിസി. അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലയോ? ഓക്കെ. എന്നിട്ട് ബാക്കിയൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കുക. കുറച്ച് റൈസ് ഇടുക, കുറച്ച് നെയ്യ് ഒഴിക്കുക, കുറച്ച് ഈ സാധനങ്ങളൊക്കെ വറുത്തൊക്കെ വയ്ക്കുന്നതൊക്കെ ഇടുക, പിന്നെയും കുറച്ച് റൈസ് ഇടുക. അങ്ങനെ ഒരു 2 ലെയറേ ഉള്ളൂ. ഇവിടെ 3-4 ലെയറൊന്നുമില്ല, കുറച്ച് പോരായോ. അങ്ങനെ അതെല്ലാം അങ്ങ് റെഡിയാക്കി സെറ്റാക്കി വെച്ചു. എൻ്റെ പോണോ എന്തൊരു മണമാണെന്നറിയാവോ. ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ല, അത് സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ അഴിച്ചു പൊളിച്ചു നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ കേട്ടോ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ കൊടുക്കണം, ലൈക്കും കമൻറ്റും ഒക്കെ ഇടണേ ഗേസ്. എന്നാൽ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.